ഇവിടുത്തെ ഇത്രയും മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടെങ്കിലും അതിവിടെ നമ്മളൊരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ട് മാനേജ് ചെയ്ത് പോരുന്നുണ്ടിരിക്കുന്നതാണ്. ഒരു കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നമുക്കിവിടെ വേറെ ഇൻസിഡൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതാണ് കാര്യം. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇവിടെ നാട്ടുകാരോട് സഹകരിച്ചിട്ട് ഇവിടുത്തെ ഉരുളൻതണ്ണിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്ക്വാഡ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്നുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്ര നാൾ നമ്മൾ നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഏരിയ കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി സർക്കാർ ഇവിടെ ഫെൻസിങ്ങിനായാലും ട്രെഞ്ചിങ്ങിനായാലും ഓൾറെഡി ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിന് പ്രപ്പോസൽസ് ആക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രെഞ്ചിൻ്റെ വർക്ക് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓൾറെഡി നമുക്കൊരു പ്രയർ ഇൻഫർമേഷൻ കിട്ടിയിരുന്നില്ല ഇങ്ങനൊരു എലിഫൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന്. യൂഷ്വലി നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളുടെ സ്ക്വാഡ് അത് അറ്റൻഡ് ചെയ്യുകയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 വർഷമായിട്ട് നമുക്ക് വേറെ ഇൻസിഡൻസ് ഒന്നും ഇല്ലാതെ നാട്ടുകാരോട് സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. വെളിയത്ത് പറമ്പ് ഏരിയയിൽ വെളിയത്ത് പറമ്പ് ഏരിയയിൽ നമ്മൾ ഓൾറെഡി ട്രെഞ്ചിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഫെൻസുകൾ നാശമായി കിടക്കുന്ന ഫെൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു 10 മിനിറ്റ് മുമ്പ് ഫോറസ്റ്റ് ഓഫീസിൽ ആന നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ ഒരു പ്രയർ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ് സ്ക്വാഡ്. അത് തന്നെ പറഞ്ഞത് ഒരു 2 വർഷമായിട്ട് കറക്റ്റായി ആക്ട് ചെയ്തു പോരുന്ന സ്ക്വാഡാണ്. ഇവിടെ ജനങ്ങളോട് നല്ല സഹകരണത്തോടു കൂടെ തന്നെയാണ്